കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് സംസ്ഥാനത്തെ പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 14 ജില്ലകളുള്ള കൊച്ചു കേരളം 18 ജില്ലകളുള്ള ഒരു സംസ്ഥാനമായി മാറുമോ എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഭരണ സൗകര്യം ഉറപ്പാക്കാനും വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വേഗത്തിലെത്തിക്കാനും വേണ്ടിയാണ് വലിയ ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം പ്രധാനമായും ഉയരുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച പുതിയ ബജറ്റിൽ സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കുന്നത്. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ UDF സർക്കാർ ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ പുതിയ ജില്ലകളാണ് രൂപീകരിക്കാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ, ഇത് നേരിടാൻ പോകുന്ന സാമ്പത്തികവും ഭരണപരവുമായ വെല്ലുവിളികൾ എന്നിവ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. വികസനം എന്നത് ഏതെങ്കിലും വലിയ നഗരങ്ങളിലോ ജില്ലാ ആസ്ഥാനങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും എത്തുമ്പോഴാണ് ഒരു ഭരണ സംവിധാനം പൂർണ്ണമായി വിജയിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പല ജില്ലകൾക്കും ഭൂമിശാസ്ത്രപരമായി അതിവിശാലമായ വ്യാപ്തിയാണുള്ളത്. ഉദാഹരണത്തിന് പാലക്കാട്, മലപ്പുറം, എറണാകുളം തുടങ്ങിയ ജില്ലകളുടെ അതിരുകൾ വളരെ വലുതാണ്. ഒരു ജില്ലാ കളക്ടർക്കും മറ്റുദ്യോഗസ്ഥർക്കും ഇത്രയും വലിയൊരു പ്രദേശത്തെ ഭരണനിർവഹണം പൂർണ്ണമായും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പലപ്പോഴും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. 80 കുട്ടികളുള്ള ഒരു ക്ലാസ് മുറി നിയന്ത്രിക്കുന്ന അധ്യാപകന്റെ അവസ്ഥയോട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപമിക്കാം. കുട്ടികളുടെ എണ്ണം കൂടിയാൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ ശ്രദ്ധ നൽകാൻ അധ്യാപകന് കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ ജില്ലകളിൽ ഭരണയന്ത്രം പലപ്പോഴും മന്ദഗതിയിലാകുന്നു. അവിടെയാണ് ജില്ലകൾ വിഭജിച്ച് ഭരണ നിർവഹണം കൂടുതൽ എളുപ്പമാക്കേണ്ടതിന്റെ പ്രാധാന്യം ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്. റവന്യൂ വകുപ്പിനായി 76.7 കോടി രൂപ വകയിരുത്തപ്പെട്ടിട്ടുള്ള ബജറ്റിലാണ് പുതിയ താലൂക്കുകളും ജില്ലകളും പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുമെന്ന ശ്രദ്ധേയമായ പ്രഖ്യാപനമുള്ളത്. സംസ്ഥാനത്ത് പുതുതായി രൂപീകരിക്കാൻ സാധ്യതയുള്ള ജില്ലകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പേര് തിരൂർ എന്നതാണ്. കേരളത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളോ അവിടെ ഇല്ല എന്നത് കാലങ്ങളായുള്ള വലിയൊരു പരാതിയാണ്. 40 ലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ ആശുപത്രിയും ഒരു കളക്ടറും കൊണ്ട് മാത്രം കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാനാകില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നത്. തിരൂർ ജില്ല യാഥാർത്ഥ്യമായാൽ തീരദേശ മേഖലകളുടെയും മലപ്പുറത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെയും വികസനത്തിലെ അവഗണനകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ജില്ലാ ആസ്ഥാനത്തേക്ക് മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യും. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ തനതായ വ്യക്തിത്വമുള്ള പ്രദേശമാണ് വള്ളുവനാട്. പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തികൾ പങ്കിടുന്ന ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വള്ളുവനാട് എന്ന പേരിൽ പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യവും നിലവിൽ വളരെ ശക്തമാണ്. ചരിത്രപരമായി മാമാങ്കവും നിളാനദിയുടെ സംസ്കാരവും വള്ളുവനാടൻ ഭാഷാ ശൈലിയുമെല്ലാം ഈ പ്രദേശത്തെ വേറിട്ട് നിർത്തുന്നുണ്ട്. നിലവിൽ പാലക്കാട് ജില്ലയുടെ ഭൂവിസ്തൃതി വളരെ വലുതായതിനാൽ ജില്ലയുടെ ഒരറ്റത്തു നിന്നും ഭരണസിരാ കേന്ദ്രമായ പാലക്കാട് നഗരത്തിലേക്ക് എത്തുക എന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ കാര്യമാണ്. ഈ 2 ജില്ലകളിലെയും ചില അതിർത്തി താലൂക്കുകൾ യോജിപ്പിച്ചുകൊണ്ട് വള്ളുവനാട് ജില്ല രൂപീകരിച്ചാൽ അത് അവിടുത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കുകയും പ്രാദേശിക വികസനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ ഒരു ഭരണപരമായ തടസ്സമാകാതിരിക്കാൻ ഇത് വളരെ അത്യാവശ്യവുമാണ്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള പുതിയ ജില്ലയ്ക്ക് വേണ്ടിയാണ്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെ അതിവിശാലമായ വ്യാപ്തി പലപ്പോഴും ഭരണ നിർവഹണത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കൊച്ചി നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളായ കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ പ്രദേശങ്ങൾ പലപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ പിന്തള്ളപ്പെടുന്നു എന്നൊരു വാദമുണ്ട്. കൊച്ചി നഗരത്തിൻ്റെതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കാർഷിക മലയോര സംസ്കാരമാണ് ഈ കിഴക്കൻ പ്രദേശങ്ങൾക്കുള്ളത്. അതിനാൽ എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ പ്രദേശങ്ങളും അയൽ ജില്ലയായ ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയുടെ ചില താഴ്ന്ന പ്രദേശങ്ങളും ചേർത്തുകൊണ്ട് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല വേണമെന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് മൂവാറ്റുപുഴ, തൊടുപുഴ മേഖലകളിലെ കാർഷിക വാണിജ്യ മേഖലകൾക്ക് വലിയ ഉണർവ് നൽകാൻ സഹായിക്കും. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നാണ് മറ്റൊരു പുതിയ ജില്ലയ്ക്കായുള്ള ആവശ്യം ഉയർന്നു കേൾക്കുന്നത്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റും നിയമസഭയുമെല്ലാം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് വളരെ വലിയ വലിപ്പമുള്ളതുകൊണ്ട് തെക്കൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പലപ്പോഴും വികസനം എത്തുന്നില്ല എന്ന് ജനങ്ങൾക്ക് നിരന്തരമായ പരാതിയുണ്ട്. തലസ്ഥാന നഗരിയുടെ വികസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിർത്തികളിലെ ഗ്രാമീണ മേഖലകൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല
സർവകലാശാല തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുത്തി നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ശക്തമായി ഉന്നയിക്കുന്ന വാദം. തമിഴ് സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഈ അതിർത്തി പ്രദേശങ്ങൾക്ക് സ്വന്തമായി ഒരു ജില്ലാ ഭരണകൂടം ലഭിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ, ഗതാഗത, ആരോഗ്യ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഒരു പുതിയ ജില്ല പ്രഖ്യാപിക്കുക എന്നത് കേൾക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണെങ്കിലും അത് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായ ദൗത്യമാണ്. പുതിയ ജില്ലകൾ വരുമ്പോൾ അവിടെ പുതിയ ജില്ലാ കളക്ടറേറ്റ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ്, ജില്ലാ കോടതികൾ, റവന്യൂ ഡിവിഷൻ ഓഫീസുകൾ, ജില്ലാ ആശുപത്രികൾ എന്നിവയെല്ലാം പുതുതായി പണിതുയർത്തേണ്ടതുണ്ട്. ആയിരക്കണക്കിന് പുതിയ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടിയും വരും. സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഇത് കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല. നിലവിലെ പല നിയമസഭ, പാർലമെന്റ് മണ്ഡലങ്ങളുടെയും അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാം. താലൂക്കുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും അതിരുകൾ മാറ്റി വരയ്ക്കേണ്ടി വരും. ചില പ്രദേശങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ നിലവിലെ ജില്ലാ വ്യക്തിത്വം മാറുന്നതിനെ വൈകാരികമായി എതിർക്കാനും സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ പുതിയ ഭൂനിയമങ്ങൾ കൊണ്ടുവരികയും ഭൂമി എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ പഴയ നിയമങ്ങൾ പരിഷ്കരിച്ച് ലാൻഡ് റിഫോംസ് 2.0 എന്ന പേരിൽ സമഗ്രമായ ഭൂപരിഷ്കരണ നയം കൊണ്ടുവരുമെന്നും ബജറ്റിൽ സർക്കാരിന്റെ വലിയ പ്രഖ്യാപനമുണ്ട്. പുതിയ ജില്ലകൾക്കായുള്ള സർക്കാർ മന്ദിരങ്ങൾ പണിയാൻ ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നതിനും മറ്റും ഇത്തരം പുതിയ നിയമങ്ങൾ ഒരുപക്ഷെ സർക്കാരിന് സഹായകരമായേക്കാം. ജില്ലാ വിഭജനം എന്നത് തീർച്ചയായും കേരളത്തിന്റെ ഭാവി വികസനത്തിന് വേഗത കൂട്ടാൻ സഹായിക്കുന്ന ഒരു നടപടി തന്നെയാണ്. ഭരണ സംവിധാനം ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക എന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. മുൻകാലങ്ങളിൽ കാസർഗോഡും പത്തനംതിട്ടയും വയനാടുമൊക്കെ പുതിയ ജില്ലകളായി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ പ്രദേശങ്ങളിലുണ്ടായ വികസന മുന്നേറ്റം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ കൂടി ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾ പരിഗണിച്ച് വരും നാളുകളിൽ ഈ വിഷയത്തിൽ സർക്കാർ നിയമിക്കാൻ പോകുന്ന കമ്മീഷന്റെ പഠന റിപ്പോർട്ട് വളരെ നിർണായകമാകും. അധികാര വികേന്ദ്രീകരണത്തിലൂടെയും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിലൂടെയും കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സർക്കാരിന് കഴിയുമെന്നാണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ ജില്ലകൾ എന്ന ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഭരണയന്ത്രത്തെ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമായി മാറും എന്നതിൽ സംശയമില്ല. ഈ മാറ്റങ്ങൾ കേരളത്തിന്റെ ഭൂപടത്തിൽ മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക ഘടനയിലും എന്ത് കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും വരും നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.